രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിനു പിന്നാലെ മോദിക്ക് പ്രതിരോധം തീർക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പിയുടെ താൽപര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ഉദ്യോഗസ്ഥരാക്കുന്ന സമീപനത്തിനെതിരെയാണ് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചിരുന്നത്. അതിനാണിപ്പോൾ ബി.ജെ.പി. നേതാക്കൾ ചോദ്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇ.ഡി., CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ തങ്ങളുടെ വരുതിയിലാക്കുവാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ബി.ജെ.പി. നടത്തിയിരുന്നു. CBI, ഇ.ഡി. തുടങ്ങിയ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ രണ്ട് ഏജൻസികളും കൂട്ടിലടച്ച തത്ത എന്നതാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. അതിനൊപ്പമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂട്ടിലടക്കപ്പെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത്. അതോടെയാണ് ഇത്തരം നിയമനങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭാഗമാകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നതാണ് ഉപരാഷ്ട്രപതി പറയുന്നത്. എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് ഇടപെടരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ. CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പങ്കാളിയാകുന്നതിൽ എന്തെങ്കിലും നിയമപരമായ യുക്തിയുണ്ടോ എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് നിയമനങ്ങളിൽ എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്താനാവുക? ഇത്തരം നടപടികൾ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്തുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും ഈ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം രാജ്യത്ത് നിലനിന്ന് പോകണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് സുപ്രീം കോടതി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇടപെടുന്നത്. എന്നാൽ അത് എങ്ങനെയും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ബി.ജെ.പി. നടത്തി വരുന്നത്. പ്രതിപക്ഷ നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ചു പോകുന്ന ഇ.ഡിയെയും CBIയെയും രാജ്യത്ത് ഒരുപാട് കണ്ടതാണ്. ബി.ജെ.പിയുടെ ഒരാളെ പോലും ഇത്തരം കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ ബി.ജെ.പി. മഹാന്മാരുടെ പാർട്ടിയും മറ്റുള്ളവർ കള്ളന്മാരുടെ പാർട്ടിയും എന്ന് വരുത്തിത്തീർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത്തരം ഏജൻസികളെ വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിനെയാണ് സുപ്രീം കോടതി ഇടപെട്ട് തടയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവിടെയും ഉപരാഷ്ട്രപതിയും അതുപോലെ ബി.ജെ.പിയുടെ ഉന്നത നേതൃത്വം ഉൾപ്പെടെയുള്ളവരും തടയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്.